പരിശുദ്ധമായ ഷഅബാൻ 15 ബറാഅത്ത് ദിനം വരുന്നു. അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ബറാഅത്ത് രാവ് വരുന്നു. ബറാഅത്ത് രാവിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഏതാണെന്നറിയോ? അത് കേൾക്കാം. അതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിൽ നമ്മളെല്ലാവരും കാലാകാലങ്ങളായി നമ്മുടെ വല്ലുപ്പമാർ ചെയ്തു വരുന്ന അതിശ്രേഷ്ഠമായ ഒരു അമലാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെറുതെ യാസീൻ ഓതിപ്പോയാൽ ആ കൂലി അങ്ങോട്ട് വെറുതെ പോകും. അതുകൊണ്ട് യാസീൻ ഓതുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഉമ്മമാർ സഹോദരിമാർ ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ നിസ്കാരമില്ലാത്ത അവസരമായിരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് യാസീൻ ഓതാൻ പറ്റൂല, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്ന് ചില ഉമ്മമാരൊക്കെ കമൻ്റായി എഴുതിയിട്ടുണ്ട്. അവർക്കുള്ള കൃത്യമായ പരിഹാരവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. വിശുദ്ധമായ ബറാഅത്ത് രാവിൽ യാസീൻ ഓതുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം, കണ്ടോതൽ നിർബന്ധമാണോ? യാസീൻ കണ്ടു തന്നെ ഓതാനാവും, അതോ ഓതുന്ന സമയത്ത് മൊബൈലിൽ നോക്കി ഓതാമോ, അതോ ഖുർആൻ തന്നെ നോക്കി ഓതണോ? അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഈ മലയാളത്തിൽ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കി ഓതുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഉസ്താദേ എന്നും ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ചിലർ പറയുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് യാസീൻ തന്നെ ഓതാൻ അറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ യാസീൻ ഓതുമ്പോൾ വുളു വേണമെന്ന് പറഞ്ഞു, അതുള്ളതാണോ? വുളു വേണോ? അതോടൊപ്പം തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദേ യാസീൻ ഓതുമ്പോൾ ഈ യാസീൻ എന്നാണോ യാസീൻ എന്നാണോ, എങ്ങനെയാണ് അത് ഓതേണ്ടത്? പല ആളുകൾക്കും അറിയില്ല. ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഓതുന്ന സമയത്ത് വെറുതെ അങ്ങോട്ട് ആ ഒഴുക്കിനങ്ങോട്ട് ഓതിപ്പോകും. പക്ഷെ ഒറ്റക്ക് ഓതുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു പ്രശ്നം മനസ്സിലാവുക. എല്ലാ സംശയങ്ങൾക്കുള്ള ഏകദേശ ഉത്തരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇതുകൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് കരുണാഭാരതിയായ പടച്ചവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് വിശുദ്ധമായ ഷഅബാൻ മാസത്തിൻ്റെ ഈ ഒരു ദിനം വരെ അൽഹംദുലില്ലാഹ് വളരെ ആരോഗ്യത്തോടെ, അതുപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നവരായി നമ്മെ മാറ്റി. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇനിയുള്ള അതിശ്രേഷ്ഠമായ ദിനങ്ങൾ വരികയാണ്. അല്ലാഹ് ഒരുപാട് ശ്രേഷ്ഠതയുള്ള സമയങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ കെൽപ്പുള്ള, നമ്മുടെ ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാവണമെങ്കിൽ ഇനിയുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരം ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ ബറാഅത്ത് രാവ് വരുന്നു. ആ രാവിലും അതിൻ്റെ പകലിലുമൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഷഅബാൻ 2ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. മറ്റന്നാൾ ബറാഅത്ത് രാവാണ്. അതായത് ഈ വരുന്ന, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, നാളെ ശനി, മറ്റന്നാൾ ഞായറാഴ്ച മഗ്‌രിബോട് കൂടി നമ്മൾ ബറാഅത്ത് രാവിലേക്ക് പ്രവേശിക്കുകയാണ്. തിങ്കളാഴ്ച പകൽ നമ്മൾ ബറാഅത്ത് ദിനത്തിലാണ്. അന്ന് എല്ലാവരും നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഈ ഷഅബാൻ്റെ സമയത്തൊക്കെ നമ്മളെപ്പോഴും ഈ ബറാഅത്ത് രാവ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഷഅബാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബറാഅത്ത് രാവാണ്. പല ആളുകളും ബറാഅത്ത് എന്നല്ല, ബ്രാത്ത് രാവ്, ബ്രാത്ത് വരുന്നു എന്നൊക്കെ പറയാം. പഴയ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. എന്തുമാവട്ടെ, ബറാഅത്ത് രാവ് ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരികയാണ്. എന്താണ് ഈ ബറാഅത്ത് രാവ്? ഈ ബറാഅത്ത് രാവിന്, അതായത് ഷഅബാൻ 15ൻ്റെ രാവ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ, ചില മുൻഗാമികളൊക്കെ ലൈലത്തുൽ ഖദ്ർ എന്നും നമ്മൾ ഈ പറയുന്ന ബറാഅത്തിന് പേര് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് ഈ ബറാഅത്തിന് അവർ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണായക രാത്രി എന്നാണ്.
നമ്മുടെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്ന രാത്രി എന്നതുപോലെ ഈ ശഅബാൻ 15-ൻ്റെ ബറാഅത്ത് രാവ് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നിർണ്ണയിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിന് അല്ലാഹു തആല നിർണ്ണയിക്കും? നമ്മുടെ ആയുസ് എത്രമാത്രം വേണമെന്ന് അല്ലാഹു തആല നിർണ്ണയിക്കുന്നത് ഈ വരുന്ന ബറാഅത്ത് രാവിലെ ആ ഒരു സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് അല്ലാഹു തആല ഇനി ഇവൻ ജീവിക്കുന്ന കാലത്തോളം ഇവൻ്റെ റിസ്ക് എങ്ങനെയായിരിക്കണമെന്നുള്ള ആ ഒരു തീരുമാനം അല്ലാഹു തആല നമുക്ക് വെക്കുന്നത് ഈ വരുന്ന ബറാഅത്ത് രാവിൻ്റെ സമയത്താണ്. അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും ബറാഅത്ത് രാവിൽ ഓതാറുണ്ട്? 3 യാസീൻ ഓതാറുണ്ട് അല്ലേ? 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും ഓതാൻ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ നമുക്കൊരു 3 യാസീൻ ഓതി സൂറത്ത് ദുഖാനൊക്കെ ഓതി നല്ലവണ്ണം ദുആ ഇറക്കണം. ആ ഒരു സമയത്തൊക്കെ എല്ലാവരും നമ്മുടെ സദസ്സിൽ ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ഓതും എപ്പോൾ? ബറാഅത്ത് രാവിൻ്റെ അന്ന്, ബറാഅത്ത് രാവിൽ. അപ്പോൾ ഈ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും. ഇപ്പോൾ തന്നെ ഈ ബറാഅത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇറക്കിയ വീഡിയോയുടെ താഴെ എത്രയോ സംശയങ്ങളാണ്. ഉസ്താദേ ഈ യാസീൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? കാണാതെ ഓതണോ? കണ്ടോതണോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെൻസസ് ആണ്, ഞങ്ങൾ ഓതാൻ പറ്റില്ല, എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഒരുപാട് സങ്കടവും ഒരുപാട് വിഷമവും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഈ മലയാളത്തിൽ യാസീൻ എന്നെഴുതിയിട്ടുള്ള യാസീൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാകും. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നൊക്കെ മലയാളത്തിൽ. അത് നോക്കി ഓതിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവർ. അതുപോലെ തന്നെ ഈ 3 യാസീനും ഒന്നിച്ചു ഓതണോ? ഇടക്കിടക്ക് ഓതിയാൽ മതിയോ? അതുപോലെ തന്നെ ഈ 3 യാസീൻ മഗ്രിബിൻ്റെ ഇടയ്ക്ക്, ഇശാ മഗ്രിബിൻ്റെ ഇടയ്ക്കാണ് ഓതേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിറ്റേന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ഓതിയാൽ ശരിയാകുമോ? അല്ലെങ്കിൽ അസറിന് ശേഷം ഓതിയാൽ ശരിയാകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉത്തരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. അതിനു മുമ്പ് പറയട്ടെ, സൂറത്ത് യാസീൻ, അല്ലാഹ് അൽഹംദുലില്ലാ യാസീൻ സൂറത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ സമുദായത്തിൽ 2 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്ത് മുറുകെ പിടിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് മിസ്വാക്ക്, പല്ല് തേക്കുക. എൻ്റെ ഉമ്മത്ത് എല്ലാ 5 വഖത്ത് നിസ്കാരത്തിനു വേണ്ടിയും വുളു എടുക്കുമ്പോൾ അവർ പല്ല് തേച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉമ്മത്തീങ്ങളിൽ എൻ്റെ സമുദായത്തിൽ മുഴുവൻ ആളുകളും മുഴുവൻ മുഅ്മിനീങ്ങളും സൂറത്ത് യാസീൻ ഒന്ന് കാണാതെ പഠിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാ. അപ്പം നബിതങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് സൂറത്ത് യാസീൻ മനഃപ്പാടമാക്കണമെന്ന്. അൽഹംദുലില്ലാ നമുക്കൊക്കെ മനഃപ്പാടമുണ്ട്, കാണാതെ അറിയാം, കാണാതെ ഓതാൻ അറിയാം. പക്ഷെ കാണാതെ ഓതാൻ അറിയാമെങ്കിലും നമ്മൾ ഈ സമയത്തൊക്കെ ഖുർആൻ എപ്പോൾ ഓതിയാലും പ്രത്യേകിച്ച് യാസീനൊക്കെ ഓതുമ്പോൾ കണ്ട് ഓതലാണ് ഒന്നുകൂടി ശ്രേഷ്ഠത. കാരണം നമ്മൾ ആ കണ്ണിങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഓതുക, ഖുർആനിലേക്ക് നോക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്നാണ്. ഖൽബുൽ ഖുർആൻ എന്നാണ്, ഖുർആനിൻ്റെ ഹൃദയമാണ് എന്ത്? സൂറത്ത് യാസീൻ. ഒരുപാടുണ്ട് സൂറത്ത് യാസീൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരൂല, എത്രയോ ശ്രേഷ്ഠതയാ. മൻ ഖറഅഹ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയാന്നാൻ. ഒരു ദിവസം ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവൻ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്നൊരു വാർത്ത കേൾക്കുമെന്നാണ്. ഒരാൾ മഗ്രിബിന് ശേഷം ഓതിയാൽ അവൻ സുബഹിക്ക് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ വാർത്ത അവൻ കേൾക്കുമെന്നാണ്. വീണ്ടും കാണാം, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ മൻ ഖറഅഹ വഹുവ ഫീ സകറാത്തിൽ മൗത്ത് ലം യഖ്ബിൽ മലക്കുൽ മൗത്ത് റൂഹഹു ഹത്താ യറ റിദ്വാന എന്നൊക്കെ പറഞ്ഞു കമാ ഖാല റസൂലുള്ളാഹ്. ഇങ്ങനെ എത്രയോ ഹദീസുകളാണ്. മരണം ആസന്നമായ ആളുടെ അടുക്കൽ സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതുന്ന, ഒരു രോഗിയായിട്ട് അവൻ ഓതുകയാണ്, ആ ഓതുന്ന സമയത്ത് അവൻ മരണപ്പെട്ടാൽ അവനിക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്നൊക്കെ പറഞ്ഞു എത്രയോ ഹദീസുകളാണ്. സൂറത്ത് യാസീൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു. തഖ്ലീലഹു കുല്ല ഹാജ, എന്തെങ്കിലും മനസ്സിൽ നമ്മൾ ഒരു ആഗ്രഹം വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതിയാൽ അത് നിർവഹിച്ച് കിട്ടും. തദ്ഫഉ അൻ സ്വാഹിബിഹ കുല്ല സൂഇൻ, എല്ലാ വിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടും അവൻ്റെ പാപങ്ങളെ തൊട്ടും അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് സൂറത്ത് യാസീൻ്റെ ശ്രേഷ്ഠത ഒരുപാടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു ബർക്കത്തിന് വേണ്ടി 2-3 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ബറാഅത്ത് രാവിൽ നമ്മൾ യാസീൻ ഓതുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സംശയത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് സൂറത്ത് യാസീൻ അസർ നമസ്കാരത്തിന് ശേഷം ഓതാമോ? അതായത് വരുന്ന ഞായറാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണോ സൂറത്ത് യാസീൻ ഓതേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഗ്രിബിന് ശേഷമാണോ, ഞായറാഴ്ച മഗ്രിബിന് ശേഷമാണോ ഓതേണ്ടത്? ഇശാക്ക് ശേഷമാണോ അതോ തിങ്കളാഴ്ച ദിവസമാണോ ഓതേണ്ടത്? ഏതാണ് ഓതൽ നല്ലത്?
നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാം, ബറാത്ത് രാവിലെ ഓതുന്ന യാസീൻ 3 യാസീൻ, അത് ബൈനൽ മഗ്രിബി വൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഓതൽ ഏറ്റവും പുണ്യമുള്ളത്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ഞായറാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറണം, ഓഫീസിൽ അല്ലെങ്കിൽ കടയിൽ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് മഗ്രിബ് നിസ്കാരം തന്നെ ഒരു കണക്കിന് അനുസ്കരിക്കുന്നത്, പിന്നെ ഫുള്ള് ഡ്യൂട്ടി ആയിരിക്കും, ആ സമയത്ത് ഞങ്ങൾക്ക് ഓതാൻ പറ്റൂല, പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെയാണ് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങുക, ഞങ്ങൾക്ക് ഓതാൻ പറ്റൂല, അപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അങ്ങനെ ഈ ഞായറാഴ്ച മഗ്രിബിന് ശേഷം ഞങ്ങൾക്ക് ഓതാനേ പറ്റൂല ഉസ്താദെ, അങ്ങനെ ഒരു പ്രയാസമാണ്, ഒരാളുകൾക്ക് ഒരു പ്രയാസമാണല്ലോ. അങ്ങനെ പ്രയാസങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അവർക്ക് അസർ നിസ്കാരം കഴിഞ്ഞ് അത് മഗ്രിബ് കഴിഞ്ഞ് ഓതാൻ പറ്റാത്തത് കൊണ്ട് അസർ നിസ്കാരം കഴിഞ്ഞ് ഓതാനുള്ള അനുവാദം മഹത്തുക്കളായ ആളുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഓതാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അസറിന് ശേഷമെങ്കിലും ഓതലാണ്. അപ്പോൾ ഏറ്റവും നല്ല സമയം ഏതാണ്? ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഓതൽ ഏറ്റവും നല്ലത്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഓതാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അസറിന് ശേഷമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ഒരു യാസീൻ ഓതി കുറച്ച് സമയം കഴിഞ്ഞു, വീണ്ടും ഒരു യാസീൻ ഓതി കുറച്ച് സമയം കഴിഞ്ഞു, അങ്ങനെയാണോ ഓതേണ്ടത്? അതോ ഒരു യാസീൻ ഓതി കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത യാസീൻ, ഒരു യാസീൻ ഓതി ഉടൻ തന്നെ തുടരെ ഓതേണ്ടതുണ്ടോ എന്ന് ചില ഉമ്മമാർ ചോദിച്ചിരുന്നു. സൂറത്ത് യാസീൻ നമ്മൾ ഈ ഒരു ബറാത്ത് രാവിലെ നമ്മൾ ഓതുന്ന 3 യാസീൻ, ആ യാസീൻ ഓതുമ്പോൾ ഇടയിൽ മറ്റ് ദുന്യവിയായ സംസാരങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ ഒരു യാസീൻ ഓതി കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ക്ഷീണം പോലെ തോന്നി, ഒരു അസ്വസ്ഥത പോലെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അങ്ങനെ ഒരു അസ്വസ്ഥത ക്ഷീണമൊക്കെ തോന്നിയാൽ എന്താണ്? നമുക്ക് ഉടൻ തന്നെ അടുത്ത യാസീൻ ഓതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മറ്റു ദുന്യവിയായ സംസാരങ്ങളൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത യാസീൻ ഓതിയാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു യാസീൻ ഓതി വഇലൈഹി തുർജഊൻ സദഖല്ലാഹുൽ മൗലാനൽ അലീം, എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് 3 നിയ്യത്താണല്ലോ. ഒന്നാമത്തെ നിയ്യത്ത് നമ്മൾ എന്താണ്? നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണം, അല്ലേ? നമുക്ക് ആഫിയത്തുള്ള, വെറും ആയുസ്സല്ല, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് വേണം. അതിനു വേണ്ടി നമ്മൾ ഒരു യാസീൻ ഓതുന്നു. രണ്ടാമത്തെ നമുക്ക് റിസ്ക് വിശാലമാവണം, അല്ലേ? നമ്മുടെ ഭക്ഷണം, റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഭക്ഷണമുണ്ട്, നമ്മുടെ വെള്ളമുണ്ട്, നമ്മുടെ വസ്ത്രമുണ്ട്, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ കുടുംബം എല്ലാം ആ റിസ്ക്കിൽ പെട്ടു. ആ റിസ്ക് വിശാലമാവണം എന്നുള്ള നിയ്യത്താണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ആ യാസീൻ നിയ്യത്താക്കാം. അപ്പോൾ 3 യാസീനാണ്. അപ്പോൾ നമ്മൾ ഒരു യാസീൻ ഓതിയിട്ട് അടുത്ത യാസീൻ ഓതുമ്പോൾ അത് മനസ്സിൽ കരുതണം, അള്ളാഹു ഇനി ഞാൻ ഓതുന്ന യാസീൻ എൻ്റെ റിസ്ക് വിശാലമാവാനാണ്. അങ്ങനെ നിയ്യത്ത് വെച്ച് തുടരെ ഓതലാണ് ഏറ്റവും ഖൈർ, ഏറ്റവും നല്ലത്. ഇനി ഒരു യാസീൻ ഓതിട്ട് അല്പം എന്തെങ്കിലും വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. ആ സമയത്ത് ദുന്യവിയായ വെറുതെ കടയുടെ കാര്യം, കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത യാസീനിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. അതായത് അന്യ സംസാരങ്ങൾ ഒന്നും ഉണ്ടാവാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ യാസീൻ എപ്പോഴാണ് ഓതേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. 3 യാസീൻ എന്തിനൊക്കെ വേണ്ടിയാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ തുടരെ ഓതലാണ് ഏറ്റവും ഖൈർ എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില വാപ്പമാർ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് 3 യാസീൻ ഓതാറുണ്ട്, പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് ഈ 3ാമത്തെ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ആ 3ാമത്തെ യാസീൻ തുടങ്ങുമ്പോഴോ ഇശാ ബാങ്ക് വിളിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇശാ ബാങ്കിന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷമാണോ ഓതേണ്ടത്, അല്ലെങ്കിൽ ഇത് ഓതി തീർത്തിട്ടാണോ ഇശാ നിസ്കരിക്കേണ്ടത്? ഇശാക്ക് ശേഷം ഓതിയാൽ കൂലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ മിക്ക പള്ളികളിലും എന്ത് ചെയ്യും? നമ്മൾ മഗ്രിബിന് ശേഷം സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊരു യാസീൻ ഓതാം. 3 യാസീൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു യാസീൻ നമുക്ക് എല്ലാവർക്കും ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് 2 യാസീൻ നിങ്ങൾ പള്ളിയിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടോ നിങ്ങൾക്ക് ഓതാം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു യാസീൻ എല്ലാവരും കൂടി ഓതി നമ്മൾ ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് പിന്നീട് ചില ആളുകൾ പള്ളിയിൽ തന്നെ ഇരുന്നു ബാക്കി യാസീൻ 2 യാസീൻ ഓതും. ചില ആളുകൾ നമുക്ക് വീട്ടിൽ പോയിട്ട് മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് ഒന്നിച്ച് ഓതാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ഒരു യാസീൻ അറ്റ്ലീസ്റ്റ് ഓതാൻ പറ്റും. 2ാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് ചിലപ്പോൾ ഇശാ ബാങ്ക് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇശാ ബാങ്കിൻ്റെ സമയത്ത് മിണ്ടാതിരിക്കുക. നമ്മൾ കുറച്ച് യാസീൻ ഓതിയിട്ടുണ്ടാവില്ല, ഒരു 3ാമത്തെ യാസീൻ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം. ഇത് തുടങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. ബാങ്കിന് ശേഷമുള്ള ദുആ പറയുക. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജമാഅത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ,
ജമാഅത്ത് നഷ്ടപ്പെടാത്ത, ചിലപ്പോൾ ചില പള്ളികളിൽ 20 മിനിറ്റോളം ഉണ്ടാകും, 20 മിനിറ്റോളം ഇശാ ബാങ്ക് കഴിഞ്ഞുണ്ടാകും, ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഈ യാസീൻ ഓതിയാൽ തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, യാസീൻ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇശാ നമസ്കാരത്തിൻ്റെ ജമാഅത്തിൽ പോവുക. ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു റാഹത്തായിട്ട് പതിയെ ഓതാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഓതി വരുമ്പോൾ ചിലപ്പോൾ ഇശാൻ്റെ ജമാഅത്ത് കിട്ടൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ പള്ളിയിലേക്ക് പോവുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇശാൻ്റെ ജമാഅത്ത് കൂടിയതിന് ശേഷം ദുആയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ സാവകാശം 3ാമത്തെ യാസീൻ ഓതി തീർത്താൽ മതി. അപ്പോൾ ആ ഒരു സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മക്കളൊക്കെ ആയിട്ടിരുന്ന് ഒന്നിച്ചിരുന്ന് ഓതിയാൽ ഖൈറാണ്. ഇനി ചിലപ്പോൾ മരുമകളുടെ റൂമിൽ, ചിലപ്പോൾ അമ്മായിയമ്മ അവരുടെ റൂമിൽ, ചിലപ്പോൾ മക്കൾ വേറെ റൂമിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓതാം, കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ചിരുന്ന് ഓതാൽ അതൊരു ഖൈറാണ്. പിന്നെ ഇനി ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ 3 യാസീൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ യാസീൻ നമുക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ദീർഘായുസ് പടച്ചവനെ എനിക്ക് യാസീൻ ഓതുന്നത് കൊണ്ട് എനിക്ക് തരണേ അല്ലാ. ഇതാണ് നിയ്യത്ത്. അല്ലാഹുവേ, ഞാൻ ഈ യാസീൻ ഓതുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം, അതിനാണ്. ഒന്നാമത്തെ യാസീൻ. രണ്ടാമത്തേത്, അല്ലാഹുവേ നീ തന്നിട്ടുള്ള റിസ്ഖ്, അല്ലെ, ഭക്ഷണമാവട്ടെ, വെള്ളമാവട്ടെ, വസ്ത്രമാവട്ടെ, വീടാവട്ടെ, അതിൽ നീ ബറക്കത്ത് തരണം. അതിനു വേണ്ടിയാണ് റബ്ബേ ഞാൻ 2ാമത്തെ യാസീൻ ഓതുന്നത്, അത് നിയ്യത്ത്. മൂന്നാമത്തേത്, അല്ലാഹു എനിക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം, നല്ല അന്ത്യം വേണം, നല്ല മരണം വേണം. മരിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് നല്ല മരണം വേണം, അതിനു വേണ്ടിയാണ് 3ാമത്തെ യാസീൻ. അപ്പോൾ ഈ ഓരോ നിയ്യത്ത് നമ്മൾ വെച്ചിട്ടാവണം ഓരോ യാസീനും ഓതേണ്ടത്. ഓരോ യാസീൻ ഓതിയിട്ടും ദുആ ചെയ്യണമെന്ന് അങ്ങനെയില്ല. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ യാസീൻ ഓതി എന്നിട്ട് അൽഹംദുലില്ലാ അങ്ങനെ ഓതണമെന്ന്, അങ്ങനെ ദുആ ചെയ്യണമെന്നില്ല. നമുക്ക് ഈ 3 യാസീനും കൂടെ ഓതിയിട്ട് ഒന്നിച്ച് ദുആ ചെയ്താൽ മതി. ചിലപ്പോൾ പള്ളികളിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് യാസീൻ ഓതും. എന്നിട്ട് ഉസ്താദ് ചിലപ്പോൾ ഒരു നല്ല ദുആ ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ 2 യാസീൻ ഓതുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഉസ്താദിൻ്റെ ദുആ കഴിഞ്ഞിട്ട് 2 യാസീൻ നമ്മൾ ഒന്നിച്ച് ഓതി, എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിലേക്ക് ദുആ ഇറക്കുക. പിന്നെ യാസീൻ ഓതാൻ അറിയില്ല ഉസ്താദെ, എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കുന്നത്. യാസീൻ ഓതാൻ അറിയില്ല. യാസീൻ ഓതാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാർ, സഹോദരിമാർ, അവർക്കും യാസീൻ ഓതുന്നത് കേട്ടിരിക്കാം, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. യാസീൻ ഓതുന്നത് കേട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ, നമ്മുടെ ഈ ഒരു മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് യാസീൻ, നമ്മൾ 3 യാസീനും സൂറത്തു ദുഖാനൊക്കെ ഓതുന്ന ഒരു പ്രത്യേക മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അത് ഓതുന്ന സമയത്ത് അതൊന്ന് കേട്ടിരുന്നാൽ തന്നെ വലിയ പ്രതിഫലമാണ്. പിന്നെ എന്ത് ചെയ്യുക, ഈ മെൻസസ് ഉള്ള ഉമ്മമാർ, സഹോദരിമാർ, അതുപോലെ തന്നെ യാസീൻ ഓതാൻ അറിയാത്ത ആളുകളുണ്ടാകും, അല്ലേ? മദ്രസയിൽ പോകാത്ത ആളുകൾ, ചെറുപ്രായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് വലിയൊരു എന്താ പറയുക, ഒരു ടച്ചൊന്നും ഇല്ലാതിരുന്നു. പിന്നെ വലുതായപ്പോഴാണ് എനിക്ക് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുക, യാസീൻ ഓതാൻ അറിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വലാത്ത് അധികരിപ്പിക്കുക. ഒരുപാട് കാരണം ഇത് സ്വലാത്തിൻ്റെ മാസമാണ്. സ്വലാത്ത് അറിയാവുന്ന ഏത് സ്വലാത്തും നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ, ഇൻഷാ അല്ലാഹ് ഏത് ദിക്റാ പറയേണ്ടതെന്നൊക്കെ പറയാം. ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ പ്രത്യേകിച്ച് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്ർ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇത് നമുക്ക് അറിയാവുന്ന ദിക്റാണ്. അറിയാവുന്ന ദിക്ർ പറയുക, സ്വലാത്ത് പറയുക, എന്നിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. ഇതാണ് യാസീൻ ഓതാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാരും ചെയ്യേണ്ടത്. പിന്നെ കാണാതെയാണോ ഉസ്താദെ ഓതേണ്ടത്? കണ്ടോതിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാണാതെ ഓതാം, കണ്ടു ഓതാന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഓതാതെ, നമ്മൾ മൊബൈലിൽ ഓതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഖുർആൻ എടുത്ത് നല്ല പോലെ വുളു എടുത്ത് വിശുദ്ധമായ ഖുർആൻ എടുത്ത് യാസീൻ സൂറത്ത് തുറന്നിട്ട് നമ്മൾ ഓതിയാൽ അത് വളരെ റാഹത്താണ്, അൽഹംദുലില്ലാ. അപ്പോൾ കണ്ടു ഓതലാണ് ഏറ്റവും നല്ലത്. പിന്നെ മലയാളം ഖുർആൻ നോക്കി ഓതാമോ? ഞങ്ങൾക്ക് അറബി അറിയില്ല, അല്ലെങ്കിൽ അറബി മലയാളം അറിയാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മലയാള ഭാഷയിൽ ഖുർആൻ എഴുതി യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്നൊക്കെ, അത് നോക്കി ഓതാവും. അത് നോക്കി ഓതാൻ പാടില്ല. അതായത് മലയാളം ഖുർആൻ എന്ന ഒരു പരിപാടി ഇല്ല, മലയാളം ഖുർആൻ ഇല്ല. മലയാളം ഖുർആനിൽ, അതായത് നമ്മൾ അത് ഓതുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അക്ഷരങ്ങൾ മാറിപ്പോകും. ഇപ്പോൾ അറബിയിൽ ദ്വാദ് ഉണ്ട്, ദ്വാദ്, ത്വാ ദ്വാ, ആ ദ്വാ അല്ലെങ്കിൽ ദ്വാദ് ഇതെങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? ളാ ഇട്ടിട്ട് ഒരു വരയൊക്കെ ഇട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ള എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല.
ഗൈരിൽ മഗ്ളൂബി എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ ഖുർആൻ ഒരിക്കലും മലയാളത്തിൽ എഴുതാൻ പാടില്ല, അത് നോക്കി ഓതാനും ഇരിക്കാൻ പാടില്ല. അറിയില്ല എങ്കിൽ അത് ഓതുന്നത് കേട്ടാൽ മതി, ഇൻഷാ അള്ളാഹ് പ്രതിഫലം കിട്ടും. പിന്നെ ആ കാര്യം പറഞ്ഞു. ഇനി യാസീൻ ഓതുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. ചില ആളുകൾ യാസീൻ ഓതുമ്പോൾ തന്നെ തെറ്റ് വരുത്തും. യാസീൻ ഓതുമ്പോൾ തെറ്റ് വരുത്താതെ നമ്മൾ പരമാവധി ഓതണം. ഇനി ഓതിയാൽ തെറ്റ് എന്തെങ്കിലും വന്നു പോയാൽ പഠിച്ചവനാണ് അത് നമുക്ക് പൊരുത്തപ്പെട്ട് തരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ യാസീൻ എന്നത് എങ്ങനെയാണ്, പല ആളുകളും യാസീൻ അങ്ങനെ ഓതുന്നവരുണ്ട്, അത് തെറ്റാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. പിന്നെയോ യാസീൻ അങ്ങനെ ഓതുന്നവരുമുണ്ട്, അതും തെറ്റാണ്. യസീൻ എന്ന് ഓതുന്നവരുണ്ട്, അതും തെറ്റാണ്. കറക്റ്റ് ഓതേണ്ടത് യാസീൻ. അങ്ങനെ യാസീൻ എന്നല്ല, യാക്ക് നീട്ടില്ല, സീനിനാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം. വൽ ഖുർആനി, ഖുർആനി ഖുർ അതല്ല, ഖുർആൻ റാ ആണ്, ഖുർആൻ ഖാഫാണ് കേട്ടോ അവിടെ. വൽ ഖുർആൻ വൽ ഖുർആനിൽ ഹകീം ഇങ്ങനെ പറയുകയാണെങ്കിൽ യാസീൻ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ട് കാര്യം പറഞ്ഞു. യാസീൻ എന്ന് ഓതേണ്ടത് എങ്ങനെയാണ്, വൽ ഖുർആനി എന്നല്ല, വൽ ഖുർആനിൽ ഹകീം എന്നാണ് നമ്മൾ അവിടെ നല്ല സ്ഫുടമായിട്ട് അവിടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്താദെ, യാസീൻ ഓതുമ്പോൾ വുളു വേണോ, നിർബന്ധമുണ്ടോ? യാസീൻ ഓതുമ്പോൾ വുളു വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നോക്കി ഓതുകയാണ്, നമ്മൾ ഖുർആൻ കയ്യിലെടുത്ത് ഓതുകയാണെങ്കിൽ അവിടെ വുളു വേണ്ടതാണ്. പിന്നെ എപ്പോഴാണ് ഓതേണ്ടത് നമ്മൾ പറഞ്ഞു, വുളുവിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ യാസീൻ ഓതാൻ അറിയില്ലാത്തവരെന്താ ചെയ്യേണ്ടത് പറഞ്ഞു. കാണാതെ ഓതണോ കണ്ടോതണോ, അത് ഏതാണ് ശ്രേഷ്ഠത എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓതാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഓതാൻ അറിയില്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ഓതാറുള്ളവരാണ്. ആ ഓതാറുള്ള സമയത്ത് ആദ്യം 3 യാസീൻ ഓതി എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സൂറത്തു ദുഖാൻ ഓതാം. അല്ലെങ്കിൽ 3 യാസീൻ ഓതി സൂറത്തു ദുഖാനും കൂടി ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ 3 യാസീൻ ഓതി പിന്നെ സൂറത്തു ദുഖാൻ ഓതി. നമുക്ക് പിന്നെ ചെയ്യേണ്ട കുറച്ച് ദിക്റുകളുണ്ട് അല്ലേ, ദിക്റുകൾ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ ശ്രേഷ്ഠമുള്ള പുണ്യമായ ദിക്റുകളാണ്. ആ ദിക്റുകൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ്. വിശുദ്ധമായ ബറാഅത്ത് രാവിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്തു ദുഖാൻ, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ദിക്റുകൾ പറയൽ പ്രത്യേകം ശ്രേഷ്ഠമാണ്. അതിൽപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത്. ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ذو أنات لا طاقة لنا ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദിക്ർ 70 പ്രാവശ്യം. ഇത് എങ്ങനെ 70 പ്രാവശ്യം? നമുക്ക് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ, എളുപ്പമാണ്. ആദ്യം പറയുമ്പോൾ ഒരു ഇച്ചിരി കട്ടി പ്രയാസം തോന്നും. പിന്നെ 1, 2 പ്രാവശ്യം 3, 4 ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് 70 പ്രാവശ്യം. അതോടൊപ്പം തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ദിക്ർ 100 പ്രാവശ്യം. അതുപോലെ തന്നെ അറിയാവുന്ന ഏത് സ്വലാത്തും പറയാം. പ്രത്യേകിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്ന ഈ സ്വലാത്ത് 100 പ്രാവശ്യം. അതുപോലെ തന്നെ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന ആ ഒരു ദിക്ർ ഒരു 100 പ്രാവശ്യം. ഇതാണ് ബറാഅത്ത് രാവിലെ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ. പിന്നെ സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. അതുപോലെ ദിക്റുകളുടെ കാര്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ബറാഅത്ത് രാവിൽ ഈ പുണ്യമായ സൂറത്ത് യാസീനുകളൊക്കെ ഓതി നമ്മൾ എന്ത് കാര്യത്തിനാണോ ഓതുന്നത് ആ മുഴുവൻ നിയ്യത്തുകളും അല്ലാഹു തആല നമുക്ക് സഫലീകരിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരുപാട് പേര് നമ്മളുടെ ചാനലിലൂടെ ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബറാഅത്തിൻ്റെ ആ സുന്ദരമായ പവിത്രമായ ദിനങ്ങളിലൊക്കെ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സദസ്സിനെ പടച്ചവൻ കബൂലാക്കട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എഴുതാം. കഴിയുന്നത് പോലെ അതിനൊക്കെ വായിച്ചിട്ട് കഴിയുന്നത് പോലെ
ഉറപ്പ് പറയുന്നില്ല, കഴിയുന്നത് പോലെ ഇൻഷാ അള്ളാഹ് അതിന് മറുപടി തരാം. അള്ളാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറാഅത്ത് രാവിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ മുഴുവനും അള്ളാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നാളത്തെ വീഡിയോയിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.